ധന്യനായ കർത്താവിന് മുഖത്തും യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം മറ്റുള്ള 3 സുവിശേഷങ്ങളെക്കാൾ മാർമികമായ ചില പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി നമുക്ക് പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു കാര്യം, ഈ യോഹന്നാൻ മറ്റുള്ള ശിഷ്യന്മാരെ പോലെ ആയിരുന്നില്ല, മറ്റുള്ള എഴുത്തുകാരെ പോലെ ആയിരുന്നില്ല. യോഹന്നാൻ കർത്താവിന്റെ നെഞ്ചോട് ചേർന്ന് ജീവിതം നയിച്ച ഒരു വ്യക്തി. അപ്പോൾ ആ ഹൃദയത്തിനുള്ളിൽ കിടന്ന പല രഹസ്യങ്ങൾ, ഇതെന്റെ വ്യക്തിപരമായ ഒരു വെളിപ്പാട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 38 വർഷങ്ങളായി ഓരോ ദിനവും വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ആ നെഞ്ചോട് ചേർന്ന് ജീവിച്ചിരുന്നവനായതുകൊണ്ട് ആ ഹൃദയത്തിലുള്ള ദൈവിക മർമ്മങ്ങളെ മറ്റുള്ള സുവിശേഷകന്മാർക്ക് കൊടുക്കുന്നതിനപ്പുറമായി യോഹന്നാന് കൊടുത്തു. അങ്ങനെ ലഭിച്ച വെളിപാടിലാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, ആദിയിൽ വചനമാണ് ഉണ്ടായത്. പിന്നത്തേതിൽ ഈ വചനം എന്തായി തീർന്നു? ജഡമായി തീരുവാൻ കൊണ്ടു. ഈ ജഡമായിരിക്കുന്ന ഈ വചനം 33.5 തിരുവർഷക്കാലം ഈ ഭൂമിയിൽ ജഡത്തിൽ തന്നെ വസിക്കുവാൻ കൊണ്ടുവരാൻ അവസാനം തന്നെ ഏൽപ്പിച്ച മിഷൻ അക്കംപ്ലിഷ് ചെയ്തതിനു ശേഷം, എവറിത്തിങ് അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞതിന് ശേഷം തന്റെ പ്രാണനെ പിതാവാം ദൈവത്തിങ്കിലേക്ക് പരമേൽപ്പിച്ചു. ദേഹം ദേഹി ആത്മാവായിരിക്കുന്ന ആ മനുഷ്യരൂപത്തിലുള്ള പ്രാണനെ പിതാവിന്റെ കയ്യിലേക്ക് അർപ്പണം ചെയ്ത് താൻ ഉന്നതങ്ങളിലേക്ക് ഉയർന്നുപോയി എന്ന് കാണും. അപ്പോൾ തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം അത് വചനം ജഡമായി തീർന്നു. ഈ ജഡം വീണ്ടും എന്തായി തീർന്നു? വചനമായി തീർന്നു. ഈ വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഭക്ഷിക്കാം, നമുക്ക് പാനം ചെയ്യാം, നമ്മളെ വിടുവിക്കും. നമുക്ക് ഈ വചനമാകുന്ന വാളുകൊണ്ട് യുദ്ധം ചെയ്ത് പാറകളെ തകർക്കുന്ന ചുറ്റികയാണ്, ശത്രുവിന്റെ ആരവങ്ങളെ അടക്കുന്നതാണ്. ഇത് വലിയ കൊടുങ്കാടുകളെ കത്തിക്കുന്ന ഒരു വൻ തീയാണ്. അപ്പോൾ ഈ വചനത്തിന് പല രൂപങ്ങളുണ്ട്, പല നീ വചനത്തിൽ എന്താണ് നീ വചനത്തെ കാണുന്നത്? അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം, ജഡമായി തീർന്ന വചനം. അപ്പോൾ ആ ജഡമായി തീർന്ന വചനം, ആ ജഡം തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും വചനമായി നമ്മുടെ നാവിലായിരിക്കുന്നു, നമ്മുടെ കണ്ണിന്റെ മുമ്പിലായിരിക്കുന്നു. എനിക്ക് അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 24 വർഷമായി ദൈവിക വേല ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രസംഗങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായതും അത്ഭുതകരമായി തോന്നിയതുമായ ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഒരു വചനത്തിൽ നിന്ന് 66 പുസ്തകത്തിൽ അതിനൊരു പർട്ടിക്കുലർ പേജസ് ഉണ്ട്. എത്ര പേജ്? പക്ഷേ ഈ പേജിൽ ഉൾക്കൊള്ളുന്നതല്ല പ്രസംഗം. ഈ വചനം ലഭിച്ചതിന് ശേഷം ക്രിസ്തുവിനെ കുറിച്ച്, പ്രിയ ദൈവത്തെ കുറിച്ച്, ദൈവപ്രവൃത്തിയെ കുറിച്ച് പ്രസംഗിച്ചിരിക്കുന്നത് കോടാകോടി ട്രില്യൺസ് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണമറ്റ തരത്തിലുള്ള പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞ് ഈ 66 പുസ്തകത്തിൽ നിന്ന്. പക്ഷെ ഇവിടെ ഒരു മാർമികത ഉള്ളെന്ന് കഴിഞ്ഞാൽ, ഒരു പേജിൽ നിന്ന് ഒരു വചനം, ഒരു വാക്യം എടുത്ത് ഇന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് അതേ വചനത്തിൽ നിന്ന് വേറൊരു പുതിയ വെളിപ്പാട് അല്ലെങ്കിൽ പുതിയൊരു വ്യാഖ്യാനമാണ് ദൈവം. എനിക്ക് പലപ്പോഴും അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. ഒരു പേജ് മറിക്കുമ്പോൾ ഒന്നാമത്തെ പേജ് മറിച്ച് രണ്ടാമത്തെ പേജ് മറിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സാങ്കല്പികമായി 10,000-കണക്കിന് പേജുകൾ ഇൻ ബിറ്റ്വീൻ 1, 2 എന്നുള്ള അക്ഷരികമായ ഈ പേജുകളുടെ ഇടയിൽ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം പുതിയ പുതിയ വ്യാഖ്യാനങ്ങളാണ്, പുതിയ പുതിയ വെളിപ്പാടുകളാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് തരുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദിമ പിതാവാം ദൈവത്തോടു കൂടെ ഉള്ള വചനം ജഡമായി തീർന്ന വചനം, അല്ലെങ്കിൽ ദൈവമായി തീർന്ന വചനം. അപ്പോൾ അതാണ് കർത്താവ് തന്നെ പറഞ്ഞത്. ഒരു മാർമിക കാര്യം പുതിയ നിയമത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ബന്ധുക്കോസ്തരായിരിക്കുന്ന വേർപെട്ട ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ്
സ്വസ്ഥമാക്കിയത്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ അത് പറയുമ്പോഴുള്ള എന്തായിരുന്നു ആ മാർമിക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുക എന്നുള്ളത് സിമ്പിൾ. ഒത്തിരി ഒത്തിരി അതിന് ശാസ്ത്രീയമായ വിശകലനത്തിന്റെ ഒന്നും പിന്നാലെ പോകേണ്ടതില്ല. എന്നെ ഭക്ഷിക്കുന്നവൻ എന്മൂലം ജീവിക്കും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, മർമ്മം ഇത് തന്നെയാണ്. വചനമായിരുന്ന ദൈവത്തെ പുതിയ നിയമത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷിക്കണം. അത് തന്നെയാണ് കർത്താവ് ഉദ്ദേശിച്ചതും പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി പഠിക്കുന്നു, സ്കൂൾ സിലബസ് അനുസരിച്ച് ഇപ്പൊ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ ഓരോ വർഷം കഴിയും തോറും മാറ്റങ്ങൾ, ലോകത്തിനുണ്ടാകുന്ന പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം ചെല്ലും തോറും സിലബസുകൾ എന്ത് ചെയ്യുന്നു? പരിഷ്കരിച്ച് പഴയവ മാറ്റി പുതിയത് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഭൂമി വരുന്നതാണെന്ന് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ അതേ ശാസ്ത്രം തന്നെ പിന്നത്തേതിൽ ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രീയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തും. പക്ഷെ ഇതുവരെയും മാറ്റമില്ലാതിരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവിന്റെ വചനം. അതിന് ഒരിക്കലും മാറ്റമില്ല. അതാണ് കർത്താവ് ഉറപ്പായിട്ട് പറഞ്ഞത്, ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, എന്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. അപ്പോൾ ഈ വചനത്തെ നമ്മൾ എന്തായി തീർന്നു? ജഡമായി തീർന്നു. ക്രിസ്തു വഴി നമ്മൾ ഈ വചനത്തെ കണ്ടു വ്യക്തമായി. അതിനുശേഷം ഈ വചനത്തിന്റെ വ്യക്തമായ ഒരു കാഴ്ച വന്നത് പിന്നെ മരുഭൂമിയിൽ മരുവാസികളായിരിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടി മന്നയുടെ രൂപത്തിൽ. അപ്പോൾ പഴയ നിയമസഭയ്ക്ക് അതൊരു അക്ഷരികമായ വസ്തുവായി വെളിപ്പെട്ടു, പുതിയ നിയമസഭയുടെ മുമ്പിൽ അക്ഷരങ്ങളായി വെളിപ്പെടുന്നു. ഇതാണ് അതിന്റെ വ്യത്യാസം. പഴയ നിയമസഭയ്ക്ക് മന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ന ഭക്ഷിച്ച് അവിടെ കാൽ വീങ്ങിയില്ല, വസ്ത്രം അവിടെ ആരോഗ്യം ക്ഷയിച്ചില്ല. ഇങ്ങനെ സകല നന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എല്ലാ ന്യൂട്രീഷൻസും ഉണ്ടായിരുന്നു ആ മന്നയ്ക്കുള്ളിൽ. പക്ഷെ കാണാൻ വലിയ ചേലൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണമേ, തുടക്ക സമയത്ത് ഈ മന്ന അവർ ഭക്ഷിച്ചപ്പോൾ അല്പമായിട്ടുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ടായി, പിറുപിറുപ്പുണ്ടായി. എങ്കിലും പിന്നത്തേതിൽ 40 വർഷക്കാലം അവർ ഓരോ ഇടങ്ങരി മന്ന ഓരോ വ്യക്തി വീതം ഭക്ഷിച്ചു എന്നുള്ളതാണ്. ഏത് ഭക്ഷണം, ഏത് മനുഷ്യനാണ് 40 വർഷം ഒരേപോലെ കഴിക്കുന്നത്? ഒരു ഭക്ഷണവും കഴിക്കാൻ തോന്നത്തില്ല. കാരണം അതിനൊരു മടുപ്പും വെറുപ്പും എപ്പോഴും. പക്ഷേ അതായിരുന്നു മന്നയുടെ. അതുപോലെ തന്നെ വചനം, ദൈവത്തിന്റെ ജനമേ, 100 വർഷങ്ങളായിട്ട് പിതാക്കന്മാരുടെ കാലം മുതലേ ഭക്ഷിക്കുകയും പാനം ചെയ്തു വരികയും ചെയ്യുന്ന വചനം ഇന്നും അതിന് പുതുമയാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് 23-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന 10,000-കണക്കിന് മാർമിക വെളിപ്പാടുകളുണ്ട്. ഒരു വചനമാണ്, 4 സെന്റൻസ്, 4 വാക്കുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ പൈതലെ നമുക്ക് തന്നിരിക്കുന്ന ഒന്ന്, ഞാൻ ഈ പറയുന്നതിന് താല്പര്യമോ, നിന്നോട് ഈ വചനത്തിൽ കൂടി ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ എന്നേക്കുമായ അടിസ്ഥാനമിട്ട വചനമാണ് നിന്റെ മുമ്പിൽ ദൈവം തരുന്നത്. അല്ലെങ്കിൽ ആരംഭത്തിലുണ്ടായിരുന്ന വചനം എന്ന് പറയുന്നത് തന്റെ പുത്രനെ തന്നെയാണ് നിനക്ക് തരുന്നത്. എന്തിന്? അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. കാരണം ആരംഭത്തിൽ വചനം ഉണ്ടായിരുന്ന വചനം ജഡമായി തീർന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ ജഡമായി തീർന്നപ്പോൾ വചനത്തെ നമ്മൾ കണ്ടു ജഡരൂപിയായിട്ട്. മരുഭൂമിയിൽ മന്ന നമ്മൾ കണ്ടു, പിതാക്കന്മാർ കണ്ടു, ഒരു വസ്തുവായിട്ട്, ഒരു ഗ്രോസറി പോലൊരു സാധനം, ഗ്രോസറി ആയിട്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം നമ്മുടെ കണ്ണിൽ കാണുന്നു. നമ്മുടെ കണ്ണിൽ കാണുക മാത്രമല്ല, ആ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പതിക്കുകയും ചെയ്യുക. ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ ആ വാക്കുകൾ ഇറങ്ങിപ്പോയി. ഇവിടെ വാക്കുകളാണ്, ഇവിടെ ശബ്ദമാണ് എന്ന് പറഞ്ഞ ഉൽപ്പത്തിയിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ ശബ്ദമാണ് പുതിയ നിയമസഭയുടെ ഉള്ളിൽ, ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്ക് പോകുന്നത്. മന്ന പോലെ അല്ലത്. മന്ന എന്ന് പറഞ്ഞത് ഭക്ഷിക്കുകയായിരുന്നു. കർത്താവിന്റെ ജഡമായിരുന്ന വചനമായ ജഡം കർത്താവായ രൂപത്തിൽ കർത്താവിനെ നമ്മൾ കാണുകയാണ് ചെയ്തത് ആ സഭ. പക്ഷെ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക്, നമ്മുടെ ശരീരത്തെ പ്രകമ്പനം, നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ മാറ്റിമറിക്കുന്ന ശബ്ദബീജികളായിട്ടാണ് ഈ വചനം. ഈ ശബ്ദം എവിടെയാ മുഴങ്ങിയെന്നറിയാമോ?
ഉണ്ടാകട്ടെ എന്ന് ഒന്നാം ദിവസം ഒഴുകിയ ശബ്ദമാണ്. അങ്ങനെ ആ ശബ്ദത്തിൽ കൂടി ദൈവം നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടയാക്കുകയില്ല. ആരംഭത്തിൽ ഉണ്ടായിരുന്ന വചനം, ദൈവമായ വചനം, ജഡമായി തീർന്ന വചനം, മന്യയായ വചനം, ജീവന്റെ വചനം, പാലാകുന്ന വചനം, ആ വചനത്തിൽ കൂടി ദൈവം നിനക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം നമ്മളെല്ലാം വചനങ്ങളാൽ അനുഗ്രഹിക്കുവാറാകും.